ആണ്ട് നീർച്ചയ്ക്ക് ബദരീങ്ങളുടെ നീർച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ പോത്തിനെയോ കാളനെയൊക്കെ അറുത്തിന് നീർച്ച കഴിക്കാറുണ്ട്. അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നതും പന്നി ഇറച്ചി ഭക്ഷിക്കുന്നതും ഒരുപോലെയാണെന്ന് ഇവിടുത്തെ മുജാഹിദീങ്ങൾ അല്ലെങ്കിൽ സലഫികൾ ഇവിടെ നാട്ടുകാരെല്ലാവരും പ്രചരിപ്പിക്കുന്നു. അതിനൊരു വിവക്ഷ പറയാൻ താല്പര്യം. അല്ലേ, ആണ്ടിറച്ചി എന്ന് പറയുന്നത് ബദരീങ്ങൾ എന്ന മഹാത്മാക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യാന്നല്ലേ അതിലുള്ളത്. ബദരീങ്ങൾ എന്ന മഹാത്മാക്കളുടെ പേരിൽ നമ്മൾ അറുത്ത് ദാനം ചെയ്യുക, അല്ലെങ്കിൽ അറുത്തിട്ട് ഇറച്ചി വെച്ചുകൊടുത്ത് ദാനം ചെയ്യുക. ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞതാണ് അതിലുള്ളത്. അത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്നും അവർക്കതിൻ്റെ പുണ്യം കിട്ടുമെന്നും. അതിലാർക്കും എതിരഭിപ്രായമല്ല പണ്ഡിത ലോകത്ത്. മരണപ്പെട്ടവരുടെ പേരിൽ സദക്ക ചെയ്യുന്നത് പുണ്യമുള്ളതാണെന്നത്. അത് ചിലർ നീർച്ചയാക്കലായിരിക്കും ഈ സദക്കനെ, അതുകൊണ്ട് അതിനെ നീർച്ചാന്ന് പേര് പറയും. ഇപ്പോൾ ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ പേരിൽ അറുത്തു കൊടുത്ത് ദാനം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കപ്പെട്ട നീർച്ചാന്ന് അതിൻ്റെ അർത്ഥം. അത് ബദർ ദിനവുമായി ബന്ധപ്പെട്ട് ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന ദിവസത്തിൽ നടത്തും നമ്മൾ. അപ്പോൾ ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന റമദാൻ 17 അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബദരീങ്ങളുടെ പേരിൽ സദക്ക ചെയ്യുന്ന ഇടപാടാണ് ഇത്. മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ പേരിൽ സദക്ക ചെയ്യപ്പെടുന്ന മൃഗവും അതിൻ്റെ ഇറച്ചിയും ഒക്കെ പന്നിയിറച്ചി പോലെയാണ് എന്ന് പറയുന്നവരല്ലേ തെളിവ് കൊണ്ടുവരേണ്ടത്. അബദ്ധമായ രോഷപ്രകടനം മാത്രമാണത്. അതൊന്നും പറയുന്നത് ചെവിക്കൊള്ളാൻ പറ്റും. നീർച്ച മുഴുവൻ അള്ളാഹുവിന് മാത്രമല്ലേ പറ്റൂ? നീർച്ച മറ്റൊരു വ്യക്തിയുടെ പേരിൽ നീർച്ച പറ്റുമോ? വ്യക്തിയുടെ പേരിലല്ല നീർച്ച, വ്യക്തിയുടെ പേരിൽ സദക്ക ചെയ്യാൻ നീർച്ച. വ്യക്തിയുടെ പേരിൽ സദക്ക ചെയ്യാൻ നീർച്ച. കഞ്ഞി കുടിച്ചു എന്നറിയില്ലേ നമ്മൾ സാധാരണ? കഞ്ഞി കുടിച്ചു എന്ന് പറയാറില്ലേ? കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞാൽ കഞ്ഞി നമ്മളെ ആരും കുടിക്കൂലല്ലോ. കഞ്ഞിനെ നമ്മൾ കുടിച്ചു എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ്. ഇങ്ങനെയുണ്ട് ചില പ്രയോഗങ്ങൾ. അതേ രീതിയിലുള്ളൊരു പ്രയോഗമാണ് ബദരീങ്ങളുടെ പേരിൽ നീർച്ച. ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറയുമ്പോൾ തന്നെ ബദരീങ്ങളുടെ പേരിൽ സദക്ക ചെയ്യാൻ നീർച്ച എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ചുരുക്കി ഉപയോഗിക്കുന്ന വാചകമേ ഉള്ളൂ. അപ്പോൾ ഉദ്ദേശം വ്യക്തമായ ഒരു ചുരുക്കവാചകം പറഞ്ഞിട്ട് ഉദ്ദേശം വ്യക്തമായ ഒരു കാര്യത്തെ നീർച്ചയായിട്ടാണ്. ഉദ്ദേശം വ്യക്തമാണ്, മരണപ്പെട്ടു പോയ ബദരീങ്ങളുടെ പേരിൽ ദാനം ചെയ്യുവാൻ വേണ്ടിയുള്ള നേർച്ച. അതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ബദരീങ്ങൾക്ക് നേർച്ചയാക്കിയതല്ലത്. ബദരീങ്ങൾക്ക് നേർച്ചയാക്കാന്ന് പറയുന്നതാണ് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാന്ന് പറയാം. ഇനി ഒരാളുടെ വാചകത്തിൽ ബദരീങ്ങൾക്ക് നീർച്ച എന്ന് വന്നാലും മരണപ്പെട്ടവർക്ക് നീർച്ച എന്ന് സാധാരണക്കാരുടെ വാചകത്തിൽ വന്നാൽ മരണപ്പെട്ടവരുടെ പേരിൽ സദക്ക ചെയ്യാൻ നേർച്ച എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം എന്നതുകൊണ്ടും അത് എല്ലാവർക്കും വ്യക്തമായതുകൊണ്ടും ആ അർത്ഥത്തിൽ ആ വാക്കിനെ മനസ്സിലാക്കണമെന്നും അതർത്ഥത്തിൽ തന്നെ സദക്ക ചെയ്യാനുള്ള നേർച്ചയാണതെന്നുമാണ് മഹാനായ ഇബ്നു ഹജർ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യക്തമാക്കിയത്. നമ്മളെ ഫിഖ്ഹിന്റെ കിതാബുകൾ വളരെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തെ എടുത്തു പൊക്കിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നീർച്ചയാക്കേണ്ടത് നീർച്ച അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. മരണപ്പെട്ടവരുടെ പേരിൽ ബദരീങ്ങളെ പേരിൽ നീർച്ചാന്നല്ല നിങ്ങൾ സംസാരിച്ചു തന്നെ. ബദരീങ്ങളുടെ പേരിൽ നീർച്ച, ബദരീങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. ബദരീങ്ങളുടെ പേരിൽ അറുത്ത് ദാനം ചെയ്യാനുള്ള നേർച്ച. ഇനി ബദരീങ്ങൾക്ക് നീർച്ച എന്ന് ഒരാളുടെ ഭാഷയിൽ വന്നാലും ഈക്ക് എന്ന് പറയുന്ന ആള് മരണപ്പെട്ടവരാണെങ്കിൽ ആ മരണപ്പെട്ടവരുടെ പേരിൽ നടത്തുന്ന സദക്ക എന്നാണ് ആ നേർച്ചയുടെ ഉദ്ദേശം എന്നതുകൊണ്ട് മരിച്ചവർക്കും മരിച്ചവരുടെ ഖബറുകൾക്കും എന്നൊക്കെ നേർച്ചയിൽ ഉപയോഗിച്ചാലും ആ നേർച്ച സാധുവാണെന്നും അത് അള്ളാഹുവിന് വേണ്ടി നേർച്ച എന്ന് പറയുന്ന നെതിറിൽപ്പെട്ടതാണെന്നും നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ നെതിറിന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും തൗഹീദിന് വിരുദ്ധ ഏതായാലും അല്ല. ഈ ചർച്ചയിൽ തൗഹീദ് പേടിക്കും വേണ്ട. ആ കാര്യം പുണ്യം കിട്ടുന്നതാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ വിവരിച്ചിട്ടുണ്ട്.